ദശപുഷ്പമൊക്കെ ചോദിച്ചിട്ടുണ്ട്, മാലയൊക്കെ ഇടിച്ചിട്ടുണ്ട്, ഞെറിഞ്ഞുടുത്തുണ്ട്, മേൽമുണ്ട് കെട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഗണപതിക്കിടാൻ പോവാണ്. ഇലക്കുറി തുടിച്ചിട്ടുണ്ട്, കണ്ണെഴുതി വാലിട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇനി ഗണപതിക്ക് പൂജിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കുട്ടികളുടെ നെടുമംഗല്യം ഉണ്ടാവണം, ദീർഘസുമംഗല്യം ആവണം. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ദാമ്പത്യ ബന്ധം അവർക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കുട്ടികളെ ഗണപതിക്ക് ഇടുന്നത്. വിനായക ചതുർത്ഥി ഗണപതിക്ക് വിശേഷപ്പെട്ട ദിവസമാണെന്ന് നമുക്കെല്ലാം അറിയാല്ലേ. അതുപോലെ ഗണപതി പൂജയ്ക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളാണ് മീനമാസത്തിലെ പൂരം ഗണപതിയും തുലാമാസത്തിലെ തിരുവോണം ഗണപതിയും. ഈ 2 ദിവസങ്ങളിലും ബാലഗണപതിക്കാണ് പ്രാധാന്യം. വള്ളുവനാടൻ പ്രദേശങ്ങളിൽ മാത്രം ആചരിച്ചു വരുന്ന ഒരു ചടങ്ങാണ് ഗണപതിയിടി. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ കൊണ്ട് ഗണപതി പൂജ ചെയ്യിക്കുന്നതാണ് ഈ ചടങ്ങ്. കുട്ടിയുടെ വയസ്സ് ഒറ്റസംഖ്യയിലാവുമ്പോഴാണ് ഈ ഗണപതിയുടെ ചടങ്ങ് നടത്താറ്. അതായത് കുട്ടിക്കിപ്പോൾ 7 വയസ്സാണ്. 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 9 വയസ്സിലാണ് ഈ ഗണപതിയുടെ ഇടി ചടങ്ങ് നടത്തുന്നത്. ഭാവിയിൽ മംഗല്യഭാഗ്യത്തിനും ഉത്തമ ദാമ്പത്യ സൗഖ്യത്തിനും വേണ്ടിയാണ് ഗണപതി ഹോമത്തിന് സമമായി പെൺകുട്ടികളെ കൊണ്ട് ഈ പൂജ ചെയ്യിക്കുന്നത്. പൊതുവെ വീട്ടിലെ മുതിർന്ന സ്ത്രീകളാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാറ്. ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ ആചരിച്ച ഈ ചടങ്ങ് തുലാമാസത്തിലെ തിരുവോണം ഗണപതിയിൽ എൻ്റെ ചേച്ചിയുടെ പേരക്കുട്ടിയാണ് ഇന്ന് ആചരിക്കുന്നത്. ഞങ്ങളുടെ തറവാട്ടിൽ പണ്ടുകാലം മുതൽക്കേ ചെയ്തു വരുന്ന ഒരു ചടങ്ങാണിത്. കുളിച്ച് ശുദ്ധിയായി ആടയാഭരണങ്ങൾ അണിഞ്ഞ് ദശപുഷ്പം ചൂടി വാലിട്ട് കണ്ണെഴുതിയാണ് മുക്കുറ്റി ചാന്തും തൊട്ട് കുട്ടികളെ ഇതിനായി ഒരുക്കുന്നത്. അതുപോലെ തന്നെ തറ്റുടിപ്പിച്ചിട്ടാണ് അതിന് മേലെ മുണ്ട് ചുറ്റിയിരിക്കുന്നത്. പൂജയ്ക്കായുള്ള സ്ഥലം വൃത്തിയാക്കി അരിമാവ് കൊണ്ട് അണിഞ്ഞ് തൂശനിലയിൽ ഗണപതിക്ക് പ്രിയങ്കരമായ അപ്പം, ശർക്കര, നാളികേരം, പഴം, അവൽമലർ നിവേദ്യം എന്നിവ ഒരുക്കി വിളക്ക് കൊളുത്തി പൂജയ്ക്കായി തയ്യാറെടുക്കുന്നു. കിഴക്കോട്ട് തിരിഞ്ഞ്, അതായത് അഭിമുഖമായാണ് പൂജ ചെയ്യുന്നത്. ഇവിടെ തിരുവോണം ഗണപതിക്ക് അപ്പവും പൂരം ഗണപതിക്ക് അടയുമാണ് പ്രധാനം. മാതാവായ പാർവതിയെയും ഗണപതിക്കൊപ്പം തന്നെ ഇവിടെ ആരാധിക്കുന്നു. ഐരാണിക്കല്ലാണ് പൂജാസ്ഥലത്ത് ദേവിക്ക് പ്രതീകമായി വെച്ചിരിക്കുന്നത്. വലിയ മന്ത്രോച്ചാരണങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. കുട്ടികൾക്ക് ഉച്ചരിക്കാവുന്ന രീതിയിലുള്ള ഓം ഗം ഗണപതിയെ നമ എന്ന് മാത്രമാണ് ഇവിടെ ചൊല്ലുന്നത്. പൂജ കഴിഞ്ഞതിന് ശേഷം വാൽക്കണ്ണാടിയും കല്ലുമായി പുറത്തു വന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ 4 ദിശയിലേക്ക് നോക്കി സൂര്യഭഗവാനെ തൊഴുകയാണ്. വാൽക്കണ്ണാടി പാദം മുതൽ ശിരസ് വരെ ഓരോ സന്ധികളിലും വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഭാരതത്തിലുടനീളം ഇത്തരം ആചാരങ്ങൾക്ക് ചില സാദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ബീഹാറിലും കിഴക്കൻ ഉത്തർപ്രദേശിലും നേപ്പാളിലും വളരെ വിപുലമായി ആചരിച്ചു വരുന്ന ഛഠ് പൂജയിൽ സ്ത്രീകൾ വ്രതമെടുത്ത് സൂര്യഭഗവാനെയും പാർവതിയുടെ 6ാം ഭാവമായ ഛഠി ദേവി അഥവാ ഷഷ്ഠി ദേവിയെയും ആരാധിക്കുന്നുണ്ട്. അത് മക്കളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി അമ്മമാരാണ് അനുഷ്ഠിക്കുന്നത്. അന്യം നിന്നു പോകുന്ന ഇത്തരത്തിലുള്ള ആചാരങ്ങൾ മറ്റേതെങ്കിലും പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. ഇനി നമുക്ക് അമ്മയുടെ ഒരു നാടൻ പാട്ടും കൂടിയും കേൾക്കാം. അമ്മ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും പഠിച്ചതാണ് കേട്ടോ. അമ്മൂമ്മ പാടി കേട്ട് അമ്മ പഠിച്ചതാണ്. കാലം കുറേ ആയിട്ടും അമ്മ ഇതുവരെ അതൊന്നും മറന്നിട്ടില്ല. അമ്മ നമുക്ക് വേണ്ടി ഇതൊക്കെ ഇതിലൂടെ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യാണ്. അമ്മയ്ക്ക് നല്ല ആഗ്രഹമാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യണം എന്ന്. ഇനി വരുന്ന തലമുറ ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ ആചരിക്കണം എന്നുള്ള വലിയ ആഗ്രഹമാണ് അമ്മയ്ക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരും. അപ്പോൾ അമ്മയുടെ ഒരു പാട്ടും കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കണ്ണിൽ കരിഞ്ഞ തലമുടിയും കാലെ കോളിച്ചു കറുക ചൂടി അച്ഛൻ്റെ മുമ്പിലും ചെന്നു നിന്നു
ഞാൻ പോട്ടെ തപസ്സിനായി, എൻ്റെ മകൾക്കതു കലായില്ല. അമ്മയുടെ മുമ്പിലും അമ്മേ ഞാൻ പോട്ടെ തപസ്സിനായി, എൻ്റെ മകൾക്കതു തോന്നിയവണ്ണം ഏതോ കാട്ടിൽ തപസ്സിരിക്കും. പുള്ളും ചാമതയുമുള്ള കാട്ടിൽ ആരെ ഉറച്ചു തപസ്സിരിക്കും. ശിവനെ ഉറച്ചു തപസ്സിരിക്കും. എന്തെന്തോ ചൊല്ലി തപസ്സിരിക്കും. ശിവ ശിവ എന്നോ തപസ്സിരിക്കും.